അഹങ്കാരി, മാടമ്പി, ഉന്നത കുലജാതൻ എന്ന ഭാവം. സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയില്ല. ഇതൊക്കെയാണ് സുരേഷ് ഗോപി എന്ന മനുഷ്യനെ നശിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പറഞ്ഞു പരത്തിയത്. എന്നാൽ യഥാർത്ഥ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളോടൊപ്പം എന്നും നിലകൊള്ളുന്ന സാധാരണക്കാരനാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. മാടക്കത്തറ പുതുനഗർ SC സങ്കേതത്തിലെ നിവാസികളാണ് സുരേഷ് ഗോപിക്ക് ചങ്ക് പറിച്ചു നൽകാൻ തയ്യാറായി നിൽക്കുന്നത്. ഇതിന് കാരണം കമ്മ്യൂണിസ്റ്റുകാർ തന്നെ. ജലക്ഷാമം തീർത്തു കൊടുക്കണമെന്ന് ഈ നാട്ടുകാർ പറഞ്ഞപ്പോൾ തോട്ടിൽ പോയി കുളിച്ചാൽ മതി എന്നാണ് അവിടുത്തെ ആളുകളോട് മാർക്സിസ്റ്റുകാർ പറഞ്ഞ മറുപടി. ഇതുകൂടി കേട്ടതോടെ രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളോടൊപ്പം എന്നും നിലകൊള്ളുന്ന സുരേഷ് ഗോപി അവരുടെ പ്രശ്നം സ്വയം തീർക്കാൻ ഒരുങ്ങുകയായിരുന്നു. കയ്യിലെ പണമെടുത്ത് ജലദൗർലഭ്യം പരിഹരിക്കാമെന്ന് അദ്ദേഹം ആ പാവപ്പെട്ടവർക്ക് ഉറപ്പു നൽകി. മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ അവരെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന തൃശൂരിന്റെ സ്വന്തം സുരേഷ് ഗോപി മാത്രമേ ഉള്ളൂ എന്ന് ഇപ്പോൾ മാടക്കത്തറക്കാർ പറയുന്നു. വാക്കുകൾ പാലിക്കപ്പെടാനുള്ളവയാണ് എന്ന് കേരളം ഏറ്റവും കൂടുതൽ കണ്ടത് സുരേഷ് ഗോപി എന്ന ഈ മനുഷ്യനിലൂടെ ആയിരിക്കും. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മാടക്കത്തറ പുതുനഗർ SC സങ്കേതത്തിലെ നിവാസികളുടെ ജലദൗർലഭ്യം പരിഹരിക്കപ്പെടാൻ പോവുകയാണ്. നാളുകളായി അവർ അനുഭവിക്കുന്ന ദുരിതത്തിന് സ്വന്തം പണം ചിലവഴിച്ച് പരിഹാരം കണ്ടെത്താനുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഉറപ്പാണ് ഈ ജനതയുടെ ദുരിതത്തിന് അറുതി വരുത്താൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം മാടക്കത്തറ പുതുക്കനഗർ ചാനച്ചിറ വളവ് കരുവാങ്ങാട് SC സങ്കേതത്തിലെ നിവാസികളെ നേരിൽ കണ്ട് അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അദ്ദേഹത്താലാകുന്ന പരിഹാരം നിർദ്ദേശിക്കാനും എത്തിയതായിരുന്നു കേന്ദ്രമന്ത്രി. അവർ അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നത്തിന് വെറും 3 മണിക്കൂർ കൊണ്ട് അദ്ദേഹം പരിഹാരം കണ്ടെത്തി. സുരേഷ് ഗോപി പാലിച്ച വാക്കുകൾ നിരവധിയാണ്. ജാതി വിവേചനത്തിന്റെ പേരിൽ ദുരിതം അനുഭവിച്ച പാലക്കാട് ഗോവിന്ദപുരം അംബേദ്കർ കോളനിയിൽ വീരൻ കാളിയമ്മ ദമ്പതികൾക്ക് വീട് നിർമ്മിച്ചു നൽകി അദ്ദേഹം പാലിച്ചൊരു വാക്കുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം അനുഭവിച്ച ഇടമലക്കുടി കോളനിവാസികൾക്ക് സുരേഷ് ഗോപിയുടെ എക്കാലവും തീർത്താൽ തീരാത്ത കടപ്പാടുകളാണ്. അങ്ങനെ എത്ര പേരാണ് അദ്ദേഹത്തിന്റെ മനസ്സിലെ നന്മ കൊണ്ട് അവരുടെ ജീവിതം കരുപ്പിടിപ്പിച്ചവർ. എന്തുകൊണ്ട് സുരേഷ് ഗോപി സാധാരണക്കാർക്ക് പ്രിയങ്കരനാകുന്നു എന്നതിന്റെ ഉത്തരമാണ് ഇത്. സെക്രട്ടേറിയറ്റ് പടിക്കൽ മഴ നനയാതിരിക്കാൻ ആശാവർക്കർമാർ കെട്ടിയ ടാർപോളിന് ഒരു ദയവുമില്ലാതെ അഴിച്ചുമാറ്റിയ പോലീസുകാർ കാണെ തന്നെ കുടയും മഴക്കൂട്ടുമായി സുരേഷ് ഗോപി അവിടെ എത്തിയത് കരുതൽ എന്നത് വെറും വാക്കല്ല എന്ന് തെളിയിക്കാനാണ്. ഇത് സുരേഷ് ഗോപി പലതവണ ജനങ്ങൾക്ക് മുന്നിൽ തെളിയിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി തൃശൂർ അദ്ദേഹത്തിനൊപ്പം പോകുന്നതും ആ കരുതൽ കാരണം തന്നെയാണ്. ഓരോ പെൺകുഞ്ഞിലും സ്വന്തം മക്കളെ കാണുന്ന ഒരു അച്ഛൻ, അതാണ് സുരേഷ് ഗോപി. ഒരു പെൺകുഞ്ഞിന്റെ കണ്ണ് നനഞ്ഞാൽ ഈ അച്ഛൻ സഹിക്കില്ല. അങ്ങനെ എത്ര കാഴ്ചകളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. വനവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ പൈലറ്റാകാൻ ധന്യ എന്ന പെൺകുട്ടിക്ക് കൈത്താങ്ങായത് സുരേഷ് ഗോപിയാണ്. മകൾ ലക്ഷ്മിയുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി പണം നൽകി ധന്യയ്ക്ക് കൈത്താങ് ആവുകയായിരുന്നു മലയാളത്തിന്റെ പ്രിയ നടൻ സുരേഷ് ഗോപി. തിയേറ്ററുകളിലെ ആവേശത്തിന്റെ മറുപേരായിരുന്നു ഒരു കാലത്ത് സുരേഷ് ഗോപി. തീപ്പൊരി ഡയലോഗുകളും ആക്ഷൻ രംഗങ്ങളും കൊണ്ട് ആരാധകരെ ആവേശത്തിലാക്കിയ താരം സുരേഷ് ഗോപിയുടെ സിനിമകൾക്ക് ഇന്നും പ്രേക്ഷകർ ഒട്ടും കുറവല്ല. സിനിമകളിൽ അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഒരു കാലത്ത് നിരന്തരം കാക്കിയിട്ട താരമായിരുന്നു സുരേഷ് ഗോപി. വിജയിച്ചവയും പരാജയപ്പെട്ടവയും ഉണ്ട്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാൾ കാക്കി ഉടുപ്പ് യോജിക്കുക സുരേഷ് ഗോപിക്കാണ് എന്ന് ആരാധകർ പറയാറുണ്ടായിരുന്നു. കൈയടക്കമുള്ള വേഷപ്പകർച്ചകളും സുരേഷ് ഗോപിയുടേതായിട്ടുണ്ട്. നൊമ്പരമായി മാറിയ എത്ര കഥാപാത്രങ്ങൾ, ചെറുചിരികൾ സമ്മാനിച്ച കഥാപാത്രങ്ങൾ, ദേശീയ സംസ്ഥാന അവാർഡ് നേടിയ കളിയാട്ടത്തിലെ പ്രകടനം, ഓർത്തോർത്തു വയ്ക്കാൻ ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച സുരേഷ് ഗോപി. പക്ഷേ ആ അഭിനയമെല്ലാം അഭ്രപാളിയിൽ മാത്രം. യഥാർത്ഥ ജീവിതത്തിൽ ഒരിക്കലും അഭിനയിക്കാൻ അദ്ദേഹത്തിന് അറിയുകയില്ല. ഉയരെ പറക്കാനുള്ള ധന്യ എന്ന പെൺകുട്ടിയുടെ ആഗ്രഹത്തിന് കൂട്ടായതും സുരേഷ് ഗോപിയായിരുന്നു. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ പൈലറ്റ് എന്ന നേട്ടം കൈവരിക്കാനുള്ള സഹായവുമായാണ് അദ്ദേഹം ധന്യക്കരികിൽ എത്തിയത്. ഇങ്ങനെ എത്ര പെൺകുഞ്ഞുങ്ങൾക്കാണ് അദ്ദേഹം മാർഗനിർദ്ദേശം നൽകിയത്, അവരുടെ മാർഗത്തിൽ നിന്ന തടസ്സങ്ങളെയൊക്കെ മാറ്റി അവർക്ക് വേണ്ട സഹായം ചെയ്തത്. എന്തായാലും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു തിരിച്ചടി ആയിരിക്കുകയാണ് മാടക്കത്തറ നിവാസികളിലൂടെ സുരേഷ് ഗോപി നൽകിയ മറുപടി. തോട്ടിൽ പോയി കുടിക്കാൻ പറഞ്ഞവർക്കും തോട്ടിൽ പോയി കുളിക്കാൻ പറഞ്ഞവർക്കും സുരേഷ് ഗോപി ഉത്തമനായ ഒരു രാഷ്ട്രീയക്കാരനാവുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.